ഹായ്, വെൽക്കം ബാക്ക് ടു ബെറ്റർ പ്ലേസ്. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് വെച്ച് കുറേ ദിവസങ്ങൾ കടന്നു പോയി. പല പല കാരണങ്ങൾ കൊണ്ടാണ്. അതായത് പല കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അപ്പോൾ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവരുടെയും ലൈഫ് ഒരു ബെറ്ററായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്നെ കാണുന്ന ആളുകളോട് ചോദിക്കുകയാണ്. ഇനി അങ്ങനെയല്ല പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ലൈഫ് ഒരു ബെറ്റർ വേർഷനായി മാറാൻ. കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയോ, പുറമേയുള്ള ആളുകൾ വിചാരിക്കണ്ടേ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ ലൈഫ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിന് എഫേർട്ട് ഇടേണ്ടതും മാക്സിമം അതിനെ ബെറ്റർ ആക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി നമ്മളുടെ തന്നെയാണ്. അത് മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈലാണെങ്കിലും ഹെൽത്തി ആയുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ടല്ലോ ഷോർട്സ് ആയിട്ട്. അപ്പോൾ ഇനിയും അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഇടാറുണ്ട്. കാരണം അന്യം നിന്ന് പോണ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫുഡിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ഇപ്പോൾ ഇന്ത്യ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വന്നില്ലെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഇപ്പോൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് തടയണ്ടേ. അതിനൊരു എക്സ്റ്റെൻറ്റ് വരെ നമ്മളും അതിന് മൊത്തമായിട്ട് ബലിയാടായി നിന്ന് കൊടുക്കണ്ടല്ലോ. വരിക വരട്ടെ, നമ്മളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത്തരം കാര്യങ്ങൾക്ക്. അപ്പോൾ എല്ലാവരോടും നല്ല 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 ഹെൽത്തി ആയുള്ള ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യപൂർണ്ണമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക, നെഗറ്റീവ് എനർജിയിൽ നിന്നും സെൽഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കുക. കാരണം അത് ഉറപ്പാണ്, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ പിന്നിന്ന് വലിക്കാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആളുകളും കൂടി വെച്ചിരിക്കുന്നുണ്ടാവും. സോ ഓരോ വീഴ്ചയിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഓൾ. ലൈഫ് ഈസ് സിമ്പിളാണ്. അത് ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിന്നെടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ലൊരു ഹെൽത്തി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത്. പിന്നെ എൻ്റെ പ്രൊഫഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പേര് അഞ്ജന എന്നാണ്. എൻ്റെ പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ അന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷോർട്സിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ അഞ്ജന എന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എൻ്റെ പ്രൊഫഷൻ ഞാനൊരു BAMS ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഐ ഹാവ് എ ഫാമിലി ഓഫ് 6 മെമ്പേഴ്സ്. 6 അല്ല, അതായത് ഞാൻ, അച്ഛനമ്മ, 2 സിസ്റ്റേഴ്സ്, പിന്നെ സിസ്റ്ററിനെ മാരേജ് ചെയ്ത നമ്മളൊരു ബ്രദർ, പിന്നെ എനിക്കൊരു 3.5 വയസ്സുള്ളൊരു കുഞ്ഞുമോളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നതാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് മെയിനായിട്ട്. സ്ഥലം താനൂരാണ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ബെറ്റർ പ്ലേസ് എന്ന് പേരിടാൻ മെയിനായിട്ട് കാരണം നമ്മളെ ലൈഫിനെ ഒരു ബെറ്റർ പ്ലേസിലേക്ക് നമുക്ക് ലൈഫ് സ്റ്റൈൽ വഴി നമുക്ക് പ്ലേസ് ചെയ്യാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. മൈൻഡ് സെറ്റ് വഴി ഒരു ബെറ്റർ പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വഴി ഒരു ബെറ്റർ പ്ലേസിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കൺസിസ്റ്റൻ്റായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കുക. വീഴുമ്പോൾ നമ്മളെ മറ്റുള്ളവർ കളിയാക്കും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ജേർണി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സാരമില്ല വയ്ക്കുക. ഇപ്പം നമ്മൾ എന്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിഹസിക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഡോക്ടറാണ്, സംഭവം ശരി. അപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വന്ന ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വേറെ പണിയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ചിന്തിക്കുന്ന ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ ലൈഫിൻ്റെ ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഇങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളടുത്താവണം ടു സം എക്സ്റ്റെൻറ്റ്. കുറേയൊക്കെ കേട്ടിട്ട് മോശം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു പരിധിയിലേക്കപ്പുറം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു ഫാമിലിനെ പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബെറ്റർ പ്ലേസ് ആണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല ഹെൽത്തി റെസിപ്പീസാണ്. നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താം, നല്ലൊരു ഇൻഫ്ലുവൻസർ ലൈഫ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ കുറച്ച് കാര്യങ്ങളിൽ നിന്നും നല്ലതെന്ന് തോന്നുന്ന പോർഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചീത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണല്ലോ സോഷ്യൽ മീഡിയ. അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് പൊതുവേ ഇഷ്ടം കാഷ്വൽ ആയുള്ള ടോക്സാണ്. സോ നിങ്ങളെയും ഞാനൊരു ഫോണിനപ്പുറം
ഒരു ഫാമിലി മെമ്പറായിട്ട് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി അങ്ങോട്ട് കാണാവുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.